KPCC പുനഃസംഘടനാ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. DCC അധ്യക്ഷന്മാരിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് പിരിഞ്ഞത്. പട്ടിക പുറത്തുവരാൻ 2 ആഴ്ച കൂടി വേണ്ടിവരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 10-ാം തീയതിക്ക് മുമ്പ് ഭാരവാഹികളെ പ്രഖ്യാപിക്കാനായാണ് ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകൾ നടത്തിയത്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലാ അധ്യക്ഷന്മാരെ നിലനിർത്താൻ ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് DCC അധ്യക്ഷന്മാരിൽ സമവായമായിട്ടില്ല. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ VD സതീശൻ നിർദ്ദേശിച്ചപ്പോൾ KC വിഭാഗത്തിൽ നിന്ന് മണക്കാട് സുരേഷിന്റെ പേരാണ് ഉയർന്നു വന്നത്. ശരത്ചന്ദ്ര പ്രസാദിനായി അടൂർ പ്രകാശും നിലയുറപ്പിച്ചു. പാലക്കാട് C ചന്ദ്രന് വേണ്ടി ഷാഫി പറമ്പിലും ആലപ്പുഴയിൽ B ബൈജുവിനായി ചെന്നിത്തലയും രംഗത്ത് വന്നു. വൈസ് പ്രസിഡന്റുമാരുടെ ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെ 45-ലധികം ഭാരവാഹികൾക്കാണ് ധാരണയുള്ളത്. 80 സെക്രട്ടറിമാർ ഉണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തന്നെ ജംബോ കമ്മിറ്റി ആകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. KPCC പുനഃസംഘടനയ്ക്കായി തയ്യാറാക്കിയ ജംബോ പട്ടിക ചുരുക്കുന്നതായിരിക്കും. നേതാക്കൾക്കെല്ലാം പട്ടിക, എല്ലാ താല്പര്യങ്ങളും പരിഗണിക്കുമ്പോൾ പട്ടിക ജംബോ ആകും. എന്നാൽ അത്ര വലിയ ഭാരവാഹി പട്ടിക വേണ്ട എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. 3 ദിവസം ഡൽഹിയിൽ തങ്ങി നേതൃത്വം ചർച്ച നടത്തിയിട്ടും പിന്നെയും തർക്കം ബാക്കിയായിരിക്കുകയാണ്. ഇതോടെയാണ് ഭാരവാഹി പട്ടിക ചുരുക്കി നൽകാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. KPCC അധ്യക്ഷൻ കൂടി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്നതോടെ വീണ്ടും കേരളത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കും. ജംബോ പട്ടിക വെട്ടിക്കുറയ്ക്കുന്നതിനും മാനദണ്ഡം വേണം. മുതിർന്ന നേതാക്കളുമായി KPCC നേതൃത്വം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തും. ഓരോ നിയോജക മണ്ഡലത്തിനും ഒരു KPCC സെക്രട്ടറി എന്ന നീക്കവും ഇതോടെ ഉപേക്ഷിക്കേണ്ടതായി വരും. ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പട്ടിക സമർപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കവും. DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലും തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും കോൺഗ്രസിൽ ഈ അടിപിടി എപ്പോഴും ഉള്ളത് ഒരു കാര്യം തന്നെയാണ്. ഇതിലൊരു മാറ്റവും ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല.